ഭാര്യ വിവാഹം കഴിഞ്ഞിട്ട് ഭാര്യയുടെ മൂർധാവിൽ ആദ്യം കൈവച്ചുകൊണ്ട് ദ്വാരക്കാൻ പറഞ്ഞത് എന്താ പറഞ്ഞത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വ ഖൈറ മാ ജബൽതഹാ അലൈഹി വഅഊദു ബിക മിൻ ശർരിഹാ വ ശർരി മാ ജബൽതഹാ അലൈഹി. ഇവളിലുള്ള ഖൈറിനെ ചോദിക്കുന്നു. കാരണം ഇവളിലൂടെയാണ് ഈ ഒരു സന്താനത്തെ ഉണ്ടാകാൻ പോകുന്നത്, ഒരു തലമുറയെ പടയ്ക്കാൻ പോവാണ്. അതുകൊണ്ട് പെണ്ണിനെ കാണുമ്പോൾ ആദ്യം വിവാഹം കഴിഞ്ഞിട്ട് പെണ്ണിനെ പിടിച്ച് ലിപ്ലോക്ക് വെച്ചിട്ട് നല്ല റാഹത്തായിട്ട് ചുംബനം കൊടുത്തു നടിക്കലല്ല വേണ്ടത്. ആദ്യം ചെയ്യേണ്ട പണി ഇതാ. അപ്പൊ അതാ നടക്കുന്നത്. ആദ്യം കാണുമ്പോൾ തന്നെ ഉമ്മ കൊടുക്കണം, റാഹത്ത്. ഇതല്ല വേണ്ടത്. ആദ്യം എന്ത് ചെയ്യണം? അവളുടെ തലയിൽ കൈവച്ചെടുത്തു ആയിരക്കണം. ഇതൊക്കെ നമ്മുടെ ഉമ്മത്തിൽ നിന്ന് അന്യമായി പോയി. ഇതൊക്കെ ഏതെങ്കിലും ഉസ്താദുമാരോ മുത്തല്ലിമീങ്ങളോ ദീനറിയാവുന്ന ആളുകളല്ലാതെ ബാക്കിയുള്ളവരൊന്നും ചെയ്യുന്നതായി കാണുന്നില്ല എന്നുള്ളതാണ് വസ്തുത. വളരെ തെറ്റാണത്. ആദ്യം ആളുടെ മൂർധാവിൽ കൈവച്ചിട്ട് ദ്വാരക്കണം. അല്ലാഹു ഇവളിലുള്ള ഖൈറിനെ ഞാൻ ചോദിക്കുന്നു, ഇവളിലുള്ള ശർറിനെ തൊട്ട് ഞാൻ കാവൽ തേടുന്നു. പിശാചിനെ ഒഴിവാക്കണം. അഊദു ബിക മിൻ ശർരിഹാ വ ശർരി മാ ജബൽതഹാ അലൈഹി. പിന്നെയോ ശാരീരിക ബന്ധത്തിന് ഏർപ്പെടുന്നതിന് മുമ്പ് എന്താ പറഞ്ഞത്? അഊദു ബിസ്മി വേണം. അല്ലാഹുമ്മ ജന്നിബിശ് ശൈത്വാന വ ജന്നിബിശ് ശൈത്വാന ഫീമാ റസഖ്തനാ. പിശാചിനെ ഒഴിവാക്കിയിട്ട് വേണം അങ്ങോട്ട് ചെല്ലാൻ. ആര് ശ്രദ്ധിക്കുന്നു? ഇതൊക്കെ പറയുമ്പോൾ വാല് പറയുമ്പോഴത്തേക്ക് ചിരിച്ചോണ്ട് മൂല്യർക്ക് വട്ടാണ്. ഇപ്പോഴും ഇങ്ങനെ ഔദും ബിസ്മീനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഹദീസാണ് ഇതൊക്കെ. ആരോട് പറയാനാണ് സഹോദരങ്ങളെ? ഹദീസ് ഉണ്ടല്ലോ, ഇദാ ജാമഅ അർ-റജുലു മഅ ഇംറഅതിഹി വലം യുസമ്മില്ലാഹ തആല ഇൻതവ ശൈത്വാനു ഇഹ്ലീലഹു ഫയുജാമിഉ മഅഹാ ശഫീഉനാ റസൂലുള്ളാഹി. ഒരു വ്യക്തി തന്റെ പ്രിയപ്പെട്ട ഭാര്യയുമായി ബന്ധപ്പെടുന്ന സമയത്ത് ഔദും ബിസ്മിയും ചൊല്ലിയില്ല എങ്കിൽ പിശാചവന്റെ ജനനേന്ദ്രിയത്തിന്റെ അഗ്രഭാഗത്ത് ചുരുണ്ട് കിടക്കും. ഇൻതവ യന്തവി എന്ന് പറഞ്ഞാൽ ചുരുണ്ട് കിടക്കുക. ഇൻതവ ശൈത്വാനു ഇഹ്ലീലഹു, പിശാച് പുരുഷന്റെ ജനനേന്ദ്രിയത്തിന്റെ അഗ്രഭാഗത്ത് ചുരുണ്ട് കിടക്കും. ഫയുജാമിഉ മഅഹാ, ഔദും ബിസ്മിയും ചൊല്ലാതെ ഈ ബന്ധപ്പെടുന്നതാകുന്ന ഈ വ്യക്തി അറിയണം, നീ അല്ല യഥാർത്ഥത്തിൽ അവിടെ ബന്ധം സ്ഥാപിക്കുന്നത്. ഔദും ബിസ്മിയും ചൊല്ലിയില്ല എങ്കിൽ പിശാചാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ജനിക്കുന്ന കുഞ്ഞ് കഞ്ചാവ് അടിച്ചില്ലെങ്കിലോ അവനെപ്പോ അടിച്ചെന്ന് ചോദിച്ചാൽ അല്ലാഹു മലക്കാക്കട്ടെ. അതാ നമ്മളിതെല്ലാം കഴിഞ്ഞിട്ട് 15 വയസ്സ് 20 വയസ്സാകുമ്പോൾ കഞ്ചാവ് അടിച്ച് അവൻ അതിൻ്റെ വലിയ കാരിയറായിട്ട് നടക്കുമ്പോഴാ സാധേ മുട്ടയൊന്ന് മന്ദിരിച്ച് എൻ്റെ തലയെ വെച്ച് ആ മുട്ട അടിച്ച് പുൾസ അടിച്ചവന് കൊടുത്താൽ അത്രയെങ്കിലും ഗുണം ചെയ്യും. അല്ലാഹു നമ്മളെ കബൂലാക്കുമാറാവട്ടെ. ഇത് ചെയ്യേണ്ട സമയത്ത് ചെയ്യണമായിരുന്നു. ഇതൊന്നും ചെയ്തിട്ടില്ല. ഇതിൻ്റെ ആദ്യം മുതലേ, ഇതിൻ്റെ പ്രാരംഭം മുതലേ ചെയ്യേണ്ട പരിപാടികളാണ് ഇതൊക്കെ. കുട്ടിയെ ഗർഭം ധരിക്കുന്നതിന് സമയത്ത് ഖുർആൻ ഓതണം. 9 മാസം 10 ദിവസമുണ്ട്. ഒരു 9 ഖത്മ തീർക്കാം. വേണ്ട ഒരു ഖത്മെങ്കിലും തീർത്ത സഹോദരിമാരുണ്ടോ? ഒരു ഖത്മെങ്കിലും. അള്ളാഹു എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് സാലിഹാവണം. നീയത്ത് വെച്ച് ഓതുന്ന എത്ര ഉമ്മമാരുണ്ട്, എത്ര സഹോദരിമാരുണ്ട്. പാപ്പാക്ക് ഓതാവില്ല ആ സമയത്ത്. പാപ്പാവിനെ എപ്പോഴും ശുദ്ധിയാണ്, ആഹത്തായിട്ട് നടക്കാണ്. ഇടയ്ക്കിടയ്ക്ക് സാധനം വലിക്കുമെന്നേ ഉള്ളൂ, എന്നാലും കുഴപ്പമില്ല. അള്ളാഹു നമ്മളെ സാലിഹീൻ കളിച്ചേർക്കട്ടെ. കഞ്ചാവല്ല കേട്ടോ, അല്ലാതെ സിഗരറ്റ് വലിക്കുന്ന ചില ആളുകളുണ്ട്. ഇതൊക്കെ വാപ്പായിൽ നിന്ന് തുടങ്ങുന്ന ചില ദുശീലങ്ങളാണ്. അത് മക്കളിൽ പിന്നീട് പകരുകയാണ്. ഏതുമായിക്കോട്ടെ, ഖുർആൻ ഓതിയിരുന്നെങ്കിൽ, മക്കൾ സാലിയാകണമെന്ന് പറഞ്ഞ് ഓതിയിരുന്നെങ്കിൽ ഗർഭധാരണ വേളകളിൽ, അതുകൊണ്ടല്ലേ ഡോക്ടർമാർ പറയുന്നത് കുട്ടികളിൽ ഏറ്റവും കൂടുതൽ എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടാവുന്ന ഒരു കുട്ടി സാലിഹായി തീരണമെങ്കിൽ ഗർഭധാരണ വേളയിൽ ഉമ്മയുടേതാകുന്ന പ്രവർത്തനങ്ങൾ, ഉമ്മയുടേതാകുന്ന ശൈലികൾ, ഉമ്മയുടെ സ്വഭാവങ്ങൾ, അവളിലുണ്ടാകുന്ന മാനസികമാകുന്ന പ്രയാസങ്ങൾ ഒക്കെ കുട്ടികളിൽ വലുതാകുമ്പോൾ ഉണ്ടാകും. അതുകൊണ്ട് ഭർത്താവ് ഭാര്യയുമായിട്ട് വഴക്കുണ്ടാകരുത്, അടിപിടിക്കരുത്, കടികൂടരുത്, ഭക്ഷണം ഉണ്ടാക്കരുത്, ഒച്ചപ്പാടുണ്ടാക്കരുത്, ചീത്ത വിളിക്കരുത്. ഖുർആനോദി വിക്ർ ഔറാദുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കണം. മക്കൾ സാലിഹായി തീരാൻ ഉമ്മ തന്നെ തുടങ്ങണം. അൽ ഉമ്മു മദ്റസത്തുൻ ഇദാ അഅദത്തഹാ അഅദത്ത ശഅബൻ ത്വയ്യിബൽ അഅറാഖി. ഉമ്മയാണ് ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി. ഉമ്മയാകുന്ന, മാതാവാകുന്ന കലാലയത്തിൽ നിന്നാണ് വിജ്ഞാനം തുടങ്ങുന്നത്. അപ്പൊ ഉമ്മ ഗർഭത്തിൽ കിടക്കുന്നതാകുന്ന കുഞ്ഞിന് നല്ല ആത്മീയ പോഷണം കൊടുക്കണം. ഖുർആനാണ്. എത്ര പേര് ചെയ്യുന്നുണ്ട്? അവനവന് രക്ഷപ്പെടാൻ വേണ്ടി, ഖബറിലെ സന്തോഷം കിട്ടാൻ വേണ്ടി 1,00,000 സൂറത്തുൽ ഇഖ്ലാസ് ഓതണമെന്നാണ് ഉലമാക്കൾ പഠിപ്പിക്കുന്നത്. എത്ര പേര് സ്വന്തമായി ഓതി തീർത്തിട്ടുണ്ട്? ഈ ശുദ്ധിയുള്ള സമയത്തൊക്കെ ഓതാമല്ലോ. അവരവർ സ്വന്തമായി നരകത്തിൽ നിന്ന് മോചനപത്രം കിട്ടാൻ സ്വന്തം തടിക്ക് വേണ്ടി 70,000 തഹ്രീർ ചെല്ലണമെന്ന് ഇമാമികൾ രേഖപ്പെടുത്തുന്നു. സ്വന്തമായി ചൊല്ലി തീർത്തിട്ടുള്ളവർ എത്ര പേരുണ്ട്? നമുക്കിതിനൊക്കെ സമയമുണ്ട്. നമ്മൾ വെറുതെ സമയമില്ല എന്ന് പറയാൻ. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. എപ്പോഴും ദിക്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലകൊള്ളുന്നവർ രക്ഷപ്പെടും. അതുകൊണ്ട് റബ്ബിനെ ഓർത്ത് നല്ല രീതിയിൽ ദിക്റിലായി കഴിയണം. അപ്പയും പോണം, ഉമ്മയും പോണം.
കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ കുട്ടിയുടെ കാതിലേക്ക് ആദ്യം കൊടുക്കേണ്ടത് എന്താ? ബാങ്കാണ്. എന്തിനാ ബാങ്ക് കൊടുക്കുന്നത്? പിശാച് ഒഴിവാകാൻ. അതാ ഞാൻ പറഞ്ഞത്, കുട്ടികളിൽ പൈശാചികത ഒഴിവാക്കുക എന്നുള്ളത് കുട്ടി ജനിച്ച് 20 വയസ്സാകുമ്പോൾ ഊതി മന്ത്രിച്ചാലുമല്ല, അതിന് ആദ്യം മൂലം തുടങ്ങണം. ഫസ്റ്റിലെ തുടങ്ങിയെങ്കിലും ഉണ്ട്. ഇതിന്റെ തർബിയത്ത് ആദ്യം മൂലം പറയുന്നുണ്ട്. നമ്മളിവിടെ ഒന്നും ശ്രദ്ധിച്ചില്ല. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അവന്റെ വലത്തെ കാതിൽ ബാങ്ക് കൊടുക്കണേ, ഇടത് കാതിൽ ഇഖാമത്താണ്, ഇഖാമത്താണ്. തീർന്നില്ല. അള്ളാഹുവിന്റെ ഇനിഷ്യൽ എന്നറിയപ്പെടുന്നതായ പരിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസ് അവന്റെ വലത്തെ കാതിൽ ഓതൽ സുന്നത്താണ്, സുന്നത്താണ്. ഖുൽ ഹുവല്ലാഹു അഹദ് കുട്ടിയുടെ കാതിൽ ഓതി കൊടുക്കണം. അള്ളാഹുവിനെ കുറിച്ച് കുട്ടിയുടെ കാതിൽ കേൾപ്പിക്കാം. തീർന്നില്ല. ഫത്ഹുൽ മുഈൻ അടക്കം കാണാം. വഇന്നി ഉഇദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്വാനി അർറജീം. കുട്ടിയുടെ കാതിലേക്ക് സൂറത്തു ആലി ഇംറാനിലെ 36-ാമത്തെ വചനം, ആ കുട്ടിയുടെ വലത്തെ കാതിൽ ഓതൽ സുന്നത്താണ്. എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ട്? എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ട്? മഹാനാകുന്ന ഇമ്രാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഭാര്യയാകുന്ന ഹന്നത്ത് ബീബി റളിയല്ലാഹു അൻഹയ്ക്ക് പ്രസവിക്കപ്പെട്ടതാകുന്ന പൊന്നുമോള് മറിയം ബീബി റളിയല്ലാഹു അൻഹയാണ്. ഹന്നത്ത് ബീബി മറിയമിനെ പ്രസവിച്ചിട്ടുകൊണ്ട് അതാ ഓതുകയാണ്. ഞാൻ ഇവൾക്ക് മറിയം എന്ന് പേര് വെക്കുന്നു. വഇന്നി ഉഇദുഹാ ബിക വദുരിയതാ മിനശ് ശൈത്വാനി അർറജീം. ഞാൻ ഇവളെയും ഇവളുടെ സന്താന പരമ്പരകളെയും ശപിക്കപ്പെട്ട പിശാചിനെ തൊട്ട് ശരണം തേടുന്നു. അല്ലാഹ് കാവലാക്കണേ അല്ലാഹ്. ഹന്നത്ത് ബീബി റളിയല്ലാഹു അൻഹ എന്ന മാതാവ് തന്റെ പ്രിയപ്പെട്ടതാകുന്ന പൊന്നുമോൾക്ക് വേണ്ടി ഇത്തരത്തിലുള്ളൊരു കാവൽ തേട്ടം നടത്തിയിട്ട് പിന്നീട് ആ പരമ്പരയിൽ ഇന്ന് വരെ ഒരാൾ പോലും കടന്നു വന്നിട്ടില്ല. മറിയം ബീവിയിലൂടെ അല്ലാഹു ലോകത്തെ സമ്മാനിച്ച പ്രവാചകനല്ലേ സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം. പ്രവാചകരല്ലേ, പൈശാചികത പരിപൂർണമായി ഒഴിവാക്കിയതാകുന്ന വ്യക്തിയല്ലേ. ഖാല ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ് വജഅലനി നബിയ്യാ വജഅലനി മുബാറകാ ഐനമാ കുന്തു വഔസാനി ബിസ്സലാത്തി വസ്സകാ മാ ദുംതു ഹയ്യാ. പരിശുദ്ധമായ ഖുർആനിലൂടെ ഈസാ നബി അലൈഹിസ്സലാം ലോകത്തോട് തൊട്ടിലിൽ കടന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞതാകുന്ന സംഭവങ്ങൾ അല്ലാഹ് ഖുർആനിലൂടെ അടയാളപ്പെടുത്തുമ്പോൾ പറയുകയാ, ഞാൻ ബറക്കത്തുള്ള വ്യക്തിയാണ്, ബറക്കത്തുള്ള വ്യക്തിയാണ്. വജഅലനി മുബാറകാ, ബറക്കത്തുള്ള വ്യക്തിയാക്കി അല്ലാഹു കുഞ്ഞിനെ മാറ്റി. എന്താ കാരണം? ഉമ്മയുടെ ദുആ. നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? നമ്മളിവിടെ ആര് ബാങ്ക് കൊടുക്കുന്നു? എത്ര പേര് ശ്രദ്ധിക്കുന്നു? ബാങ്കിന് എത്രയോ മണിക്കൂറുകൾക്ക് ശേഷമാണ് ആരെങ്കിലും തപ്പി വിളിച്ചു കൊണ്ടുവരികയാണ്. ഒന്നും വേണ്ട, അവിടെ നല്ല ശുദ്ധിയുള്ള ഏതെങ്കിലും സ്ത്രീകളുണ്ടെങ്കിൽ വേഗം തന്നെ അവർ തന്നെ കൈകാര്യം ചെയ്തോ. ആളെ തപ്പി വിളിച്ച് അന്വേഷിച്ച് വരേണ്ടതില്ല. ആ ബാങ്കിന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത്രയും വേഗം കൊടുക്കുക എന്നുള്ളതാണ്. വലത്തെ കാതിൽ ബാങ്ക്, ഇടത് കാതിൽ ഇഖാമത്ത്. ഒരു സൂറത്തുൽ ഇഖ്ലാസ്, വഇന്നി ഉഇദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. ആലി ഇംറാൻ 36-ാമത്തെ ആയത്ത്. തീർന്നില്ല. അഅറാഫ് സൂറത്തിലെ 56-ാമത്തെ വചനം, ആ ഉമ്മയെയും കുഞ്ഞിനെയും ചേർത്ത് കിടത്തിയിട്ട്, തള്ളയെ കിടത്തണം, അതിനപ്പുറത്ത് കുഞ്ഞിനെ, രണ്ടുപേരെ ചേർത്ത് കിടത്തിയിട്ട് ഓതണം. അതൊക്കെ ഇമാമികൾ പഠിപ്പിച്ചതാണ്, വെറുതെ പറയുന്നതല്ല. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ അത് ഓതാൻ അറിയാവുന്ന, അവരെ കാണാൻ പറ്റുന്ന ആള് തന്നെ വേണം അവിടെ ഇരുന്ന് ഓതാൻ. അപ്പോഴേ അത് ശരിയാവുള്ളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന റബ്ബകുമുല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ് في 6 أيام يغشي الليل النهار يطلبه حثيثا والشمس والقمر مسخرات بأمره ألا له الخلق والأمر تبارك الله رب العالمين. ഈ
ആയത്ത് കുട്ടിയുടെയും തള്ളയുടെ അടുത്ത് ചേർത്ത് കിടത്തിയിട്ട് ഓതൽ സുന്നത്താണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് പരിശുദ്ധമായ ഖുർആനിലെ ആയാത്തുകളെ കൊണ്ട് ആ കുട്ടിയിലുള്ള പൈശാചികത ഒഴിവാക്കണം. സൂറത്തുൽ ഖദർ പാരായണം ചെയ്യൽ സുന്നത്തുണ്ട്. അവിടെ സൂറത്തുൽ ഖദർ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ ഇമാമിങ്ങൾ പറയുന്നു, ആരെങ്കിലും അത് ഓതിയാൽ ആ കുട്ടി ജീവിതകാലത്ത് ഒരിക്കലും വ്യഭിചരിക്കില്ല. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. സൂറത്തുൽ ഖദർ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ റമളാനിലെ ലൈലത്തുൽ ഖദറിന്റെ രാത്രി മാത്രം ഓതാനുള്ളതല്ല. ആ സമയമാകുമ്പോൾ ഇശാസ്കാരത്തിൽ മാത്രം ഓതിയിട്ട് അസ്സലാമു അലൈക്കും, പിന്നെ അടുത്ത വർഷം ലൈലത്തുൽ ഖദർ. ഇതപ്പോൾ നമ്മൾ ലൈലത്തുൽ ഖദർ കാണുന്നത്. നാളെ എന്നോട് ഒരു സാധാരണക്കാരൻ ചോദിച്ചു, ഉസ്താദ് ഈ പള്ളിയിൽ എന്താ യാസീൻ നിസ്കാരത്തിൽ ഓതാത്തത്? ശരിയാണ്, നമ്മളാരും കേൾക്കലില്ലല്ലോ. യാസീൻ നിസ്കാരത്തിൽ ഓതൽ വളരെ കുറവാണ്. ഞാൻ പറഞ്ഞു ചിലപ്പോൾ ആയത്തുല്ലഹും 10 വട്ടം പറയുമ്പോൾ ചിലപ്പോൾ നിസ്കാരം തീരും. അതുകൊണ്ടായിരിക്കും ആയത്തുല്ലഹും മന്നാമല്ലാം ഓതി ചിലപ്പോൾ ഹാലാക്കാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടായിരിക്കും. പൊതുവെ ഓതൽ കുറവാണല്ലോ പള്ളികളിൽ. യാസീൻ ഓതി കേൾക്കാൻ വലിയ ഇഷ്ടമുണ്ട്. യാസീൻ പള്ളി നിസ്കാരത്തിലൊന്നും ഓതി കേൾക്കുന്നില്ലല്ലോ എന്ന് ഒരു സാധാരണക്കാരൻ ഒരാളെന്നോട് ഇങ്ങനെ സംസാരിച്ചു. അള്ളാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കുമാറാവട്ടെ. അള്ളാഹു സാലിഹീങ്ങളെ ചേർക്കട്ടെ. നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ് കുട്ടി ജനിച്ച് 7 ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ കുട്ടിക്ക് വേണ്ടിയുള്ളതാകുന്ന അഖീഖയുടെ അറവ് നടത്തൽ സുന്നത്താണ്. 7ന്റെ അന്നാണ് പേരിടൽ കർമ്മം. ആദ്യം പേരിടുക, പിന്നെ മുടി കളയുക, പിന്നെ അറവ് നടത്തുക. അതിനാണ് എൻ്റെ തർത്തീബ്. ആദ്യം പേരിടുക. 3ന്റെ അന്ന് തന്നെ പേരിടണം. ഉസ്താദെ ഹോസ്പിറ്റലിൽ നിന്നാലേ വിടുതലുണ്ടാവുള്ളൂ, ജനന സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ആയിക്കോട്ടെ, അതിനുവേണ്ടി കൊടുത്തോ. അവിടെ പേര് പറയുമെങ്കിലും പേരിടൽ കർമ്മം എന്ന് പറയുന്നൊരു ചടങ്ങുണ്ട്. ആ ചടങ്ങിന് പഴയ മിഠായി പരിപാടി പോലെ കൊണ്ടുവരണ്ട. കല്യാണത്തിന് മിഠായി കൊടുക്കുന്ന ഒരു പരിപാടി പണ്ട് ഒരു ചോക്ലേറ്റ് കണ്ടു കൊടുത്ത് തുടങ്ങിയത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മണവാളൻ എന്ന് പറഞ്ഞ ഒരുത്തൻ കൊണ്ടുവന്ന് ഭയങ്കര സംഭവമായിട്ട് പെണ്ണുമുള്ളിയുടെ തലയിലോട്ട് ഇറക്കുന്നുണ്ട് ക്രെയിനകത്ത് 4 ലക്ഷത്തിൻ്റെ മിഠായി. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുപോലെ ആയി മാറ്റരുത്. ഈ ചടങ്ങെന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. കുഞ്ഞിനെ കൈക്ക് പിടിക്കുക. എൻ്റെ കുഞ്ഞ് മുഹമ്മദ് എന്ന് ഞാൻ പേര് വെച്ചിരിക്കുന്നു, ഉദാഹരണം മുഹമ്മദേ എന്ന് വിളിക്കുക. കഴിഞ്ഞ് ചടങ്ങ് കഴിഞ്ഞു. ഇതാണ് ആ ചടങ്ങുകൊണ്ട് ഉദ്ദേശം. അത് 7ന്റെ അന്നാണ് സുന്നത്ത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് കഴിഞ്ഞാൽ തൊട്ട് പിറകെ എന്ത് ചെയ്യണം? മുടി കളയുക. തലമുടി പരിപൂർണമായി മുണ്ടനം ചെയ്യുക. ആണാവട്ടെ പെണ്ണാകട്ടെ പൂർണ്ണമായി. എന്നിട്ട് അതിനുശേഷം അത് കൊണ്ടുവന്ന് എന്ത് ചെയ്യുക? സ്വർണം തൂക്കുന്ന ത്രാസിൽ തൂക്കുക. അപ്പൊ എത്രയാണോ ഉള്ളത് അതനുസരിച്ചിട്ട് സാധുക്കളായ ആളുകൾക്ക് സ്വർണം കൊടുക്കൽ സുന്നത്താണ്. സ്വർണം പറ്റുന്നില്ല എങ്കിൽ, അതിനുള്ള കഴിവില്ലെങ്കിൽ വെള്ളി കൊടുക്കൽ സുന്നത്താണ്. എന്താണ് ചിരിക്കുന്നത്? അള്ളാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. അതോടൊപ്പം തന്നെ ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? അറവ് നടത്തുക. ഇത് കഴിഞ്ഞതിന് ശേഷം വേണം. ചില ആളുകൾ ഇപ്പോഴും വിവരക്കേട് കാണിക്കുന്നുണ്ട്. കുട്ടിയുടെ തല ഇങ്ങനെ കത്തി വെക്കും, അപ്പുറത്ത് കഴുത്ത് ഇങ്ങനെ വെക്കും. വെച്ചോ റെഡി, അങ്ങനെ ഒരുമിച്ച് ഇവിടെ ഇത് നടക്കുമ്പോൾ അവിടെ അത് നടക്കും. അങ്ങനെയല്ല. ഇത് കുട്ടിയുടെ തല മുണ്ടനം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഉടനെ എന്ത് ചെയ്യുക? അവിടെ അറവ് നടത്തുക. അല്ലാഹു തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. അപ്പൊ അറവ് നടത്തി കഴിഞ്ഞാൽ പിന്നെ അതിൽ പ്രത്യേക സുന്നത്തുണ്ട്. ഇപ്പൊ ഉദഹിയത്തിന്റെ സമയം കൂടിയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഉദഹിയത്തിന് വേണേ ഷെയർ ചേർന്നിട്ട് അങ്ങനെ ചെയ്യാം. ഷാഫി മദ്ഹബിലെ 2 ഇമാമിങ്ങളെയാണ് പിടിക്കുക. ഒന്ന് റംലി ഇമാമും അതുപോലെ തന്നെ മഹാനാകുന്ന ഇബ്നു ഹദറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു. റംലി ഇമാം ഫത്വ കൊടുത്തിട്ടുണ്ട്, ഒരാടിനെ അറത്തുക്കുമ്പോൾ നീ എന്ത് നിയത്ത് ചെയ്താൽ, ഉദഹിയത്തും അഖീഖയും കൂടെ നിയത്ത് ചെയ്താൽ വീടും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷാഫി മദ്ഹബിൽ അതനുസരിച്ച് അമൽ ചെയ്യാം. രണ്ടുപേരുടെയും ഫത്വ ഒരേപോലെ തന്നെയാണ്. സാധാരണ രീതി നമ്മുടെ നാട്ടിൽ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഉസ്താദ് ഇബ്നു ഹദർ തങ്ങളായതുകൊണ്ട് അവരെയാണ് മസലകൾ പ്രാമുഖ്യം പിടിക്കുക. അവർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറ്റൂല, രണ്ട് ഷെയർ തന്നെ വേണം, ഒരാട് പോരാ 2 ആട് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആയിക്കോട്ടെ, അങ്ങനെ ചെയ്യാൻ സാധിക്കുന്ന ആളുകൾ സാമ്പത്തികം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോളി. ഉലഹിയത്തിന്റെ ഒരു സമയം കൂടിയാണിത്, വളരെ ഗൗനിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉലഹിയത്ത് ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം മിഞ്ഞാന്ന് ഞാൻ മലപ്പുറത്ത് പെരിന്തൽമണ്ണയിൽ പ്രസംഗിച്ചത് യൂട്യൂബിലുണ്ട്. ഉലഹിയത്തിന്റെ മഹത്വം അത് നിങ്ങൾ കേട്ടോളി. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. ആയത്തും ഹദീസുമൊക്കെ അതിൽ ധാരാളം പറയുന്നുണ്ട്. അപ്പം അതിലേക്ക് പോയ സമയം പോകും. ഒരുപാട് ഗുണങ്ങൾ മേടിച്ചിട്ടുള്ള ഒറ്റവാക്കിൽ പറഞ്ഞ ഒരു മനുഷ്യന് എല്ലാ നന്മകളും നിലനിൽക്കണമെങ്കിൽ, നന്മകൾ വന്നു ചേരണമെങ്കിലും ഉലഹിയത്ത് ഇറക്കണം. മാത്രമല്ല എല്ലാ ബലാ മുസീബത്തുകളെ തൊട്ട് തടുക്കാൻ നിദാനമാണ് ഉലഹിയത്ത്. ചെയ്തു നോക്കിയോ. അല്ലാഹു തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. ഹിജ്റയുടെ 2ാം വർഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉലഹിയത്ത് നിബന്ധനയായി ശറഇൽ വരുന്നത്. 10 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുടങ്ങാതെ മദീനയിൽ ഉലഹിയത്ത് ഇറത്തിരുന്നു. നബി തങ്ങൾ സ്വന്തം കൈകൊണ്ട് 100 ഒട്ടകങ്ങളെ ഹജ്ജത്തുൽ വദായിൽ കൊണ്ടുവന്നിട്ട് 63 എണ്ണം അവിടുത്തേതാകുന്ന വയസ്സിന്റെ എണ്ണം കണ്ടുകൊണ്ട് സ്വന്തം കൈകൊണ്ട് അറവ് നടത്തി ബാക്കിയുള്ളതിനെ സ്വഹാബത്തിന് ഏൽപ്പിച്ചു. ചരിത്ര പ്രസിദ്ധമാണ്.
എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ അവൻ്റെ ആയുസ്സിൻ്റെ കണക്കനുസരിച്ചെങ്കിലും ഉദഹിയത്ത് അറുത്തിരിക്കണം. ഇപ്പോൾ എത്ര വയസ്സായി? 30 വയസ്സ് 40 വയസ്സൊക്കെ ആയില്ലേ? അപ്പുറത്തെ വീട്ടിലെ കുട്ടിയുടെ അക്കീക്ക അറുത്തിട്ട് ഇറച്ചി കിട്ടിയില്ലേ കംപ്ലൈൻറ്റ് പറയുന്ന കൗമാകുമ്പോൾ ഉദഹിയത്തല്ല അവനറുത്ത് 1 കിലോ പോലും നമുക്ക് തന്നില്ല, ആളുള്ള ഹയവാൻ, ഇനി അവന് മേലെ നമ്മുടെ വീട്ടിൽ അറിവ് നടത്തിയ ഒരു തുള്ളി കൊടുക്കരുത്. ഇതാണ് നമ്മുടെ പിണക്കം. ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത്. നമ്മളിതൊന്ന് അറിവ് നടത്തിയിട്ട് അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി തയ്യാറാകുന്നില്ല. ഭയങ്കര ശ്രേഷ്ഠതയുള്ളതാണ്. നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സുന്നത്തു അബീകും ഇബ്രാഹിം നബിയുടെ ചര്യയാണ്. ഫമാ ലനാ ഫിഹാ യാ റസൂലല്ലാഹ്, ഉദ്ഹിയ്യത്ത് ഞങ്ങൾ ചെയ്താൽ അതിൽ എന്ത് നേട്ടമാണ് റസൂലേ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ബികുല്ലി ശഅറത്തിൻ ഹസനത്തുൻ, ഓരോ രോമങ്ങൾക്കും അല്ലാഹു നന്മ രേഖപ്പെടുത്തുമേ എന്ന് നബിയോനാ റസൂലുള്ളാഹി. ഓരോ രോമത്തിനും, ആടിന് എത്ര രോമമാണ്, മാടുകൾക്ക് എത്ര രോമമാണ്. മാട് വർഗത്തിൽപ്പെട്ടതാണെങ്കിൽ 7 പേർക്ക് വരെ ഷെയർ ചേരാൻ പറ്റും. പോത്ത്, കാള, പശു, എരുമ, ഇതിലൊക്കെ 7 പേർക്ക് വരെ ഷെയർ ചേരാം. സുഖമായിട്ട് നടത്തിക്കൂടെ? നമ്മുടെ നാട്ടിൽ ഇവിടെ എത്ര ഷെയർ? 10,000. എത്ര ഇവിടെ 10,000 അത്രേ ഉള്ളൂ. വലിയ തുകയൊന്നുമല്ല. 10,000 രൂപ എന്ന് പറഞ്ഞാൽ ഇവിടെ ആണുങ്ങൾ തന്നെ കടയിൽ പോയി 3 വട്ടം ഫേഷ്യൽ ചെയ്യുന്ന ആശയാവുള്ളൂ. ഗോൾഡൻ ഫേഷ്യൽ ചെയ്യുന്ന ടീമൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. 2 ആഴ്ച ഒന്ന് മാറ്റി വെച്ചാൽ ഒരു പോത്തിന് ഷെയർ ചെയ്യാം. അള്ളാഹു തൗഫീഖ് തരട്ടെ. എന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ല? അപ്പോൾ വലിയ കൂലിയാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഓരോ രോമത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ രേഖപ്പെടുത്തുമെന്നാണ്. കോടാനുകൂടി കൂലിയാണ് അതിലൂടെ ലഭിക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ അത് അഖീഖയിലും കുട്ടികളുടേതാകുന്ന അഖീഖയുടെ അറിവ് കൂടി ചേർന്നിട്ട് അങ്ങനെ ചെയ്യാം. രണ്ടും കൂടി പറ്റും. ഷാഫി മദ്ഹബ് അനുസരിച്ചുകൊണ്ട് രണ്ടും പറ്റുന്നതാണ്. സെപ്പറേറ്റ് ഷെയർ ഇട്ടിട്ട് ചെയ്യാം. അതല്ല, ഒരു ആടിനെ മാത്രം അടക്കാണ്, അതിൽ തന്നെ ഷെയർ ചേരാണ് ആടിനെയും. അതുകൊണ്ട് തന്നെ ആട്ടിൽ തന്നെ തൻ്റെ മകന്റെ അക്കീക്കയും കരുതുന്നു. ഉദ്ഹിയ്യത്തും ഈ വർഷം അങ്ങനെ തന്നെ നിയത്ത് ചെയ്താൽ അതും സാധ്യമാകുമെന്ന് ഇമാം റംലി റളിയല്ലാഹുവിന്റെ അഭിപ്രായ പ്രകാരം ആ നിലയ്ക്കും അത് സാധ്യമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ അങ്ങനെ ചെയ്യാം. ഇതൊക്കെ നമുക്ക് സാധ്യമായിട്ട് ഇതിനെയൊക്കെ നിസാരവൽക്കരിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ചെറിയ കാര്യമല്ല, വലിയ കൂലി കിട്ടുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ വർഷവും മുടങ്ങാതെ ചെയ്തിരുന്നു എന്ന് മാത്രമല്ല, അലി റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ വഫാത്തിന് ശേഷം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തമായിട്ട് അറവ് നടത്തിയിരുന്ന ഈ പ്രവണത അലി റളിയല്ലാഹു അൻഹു തുടർത്തിക്കൊണ്ടുവന്നു. 2 നല്ല മുട്ടനാടിനെ വാങ്ങിച്ചിട്ട് അറവ് നടത്താൻ അലി റളിയല്ലാഹു അൻഹു. അപ്പോൾ ഒന്ന് സ്വന്തത്തിന് വേണ്ടി, രണ്ടാമത്തത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി എന്ന് അദ്ദേഹം പറഞ്ഞു ഫലാ അദഉഹു അബദാ, നബിതങ്ങൾ എന്നോട് അമറനി ബിഹി, എന്നോട് വഫാത്തിന് മുമ്പ് എന്നോട് കൽപ്പിച്ച വസിയത്താണിത്. ഞാൻ മരണപ്പെട്ടാലും എനിക്ക് ശേഷം വഫാത്തിന് ശേഷം നീ എന്ത് ചെയ്യണം? ജീവിച്ചിരിക്കുന്ന കാലത്തോളം നീ എനിക്ക് വേണ്ടി ഈ അമൽ നടത്തണം. ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് എല്ലാ വർഷവും 10 വർഷത്തോളം സ്വന്തമായി അറവ് നടത്തി, ഒക്കെ ആടിനെ അറുത്തു. അവസാന വർഷം 100 ഒട്ടകം ഹജ്ജത്തുൽ വദായിൽ കൊണ്ടുവന്ന് പരിശുദ്ധമായ മക്കയിലെത്തിച്ച് 63 എണ്ണത്തെ സ്വന്തം കൈകൊണ്ടറുത്ത് ബാക്കിയുള്ളതിനെ സ്വഹാബത്തിന് അറവ് നടത്താൻ ഏൽപ്പിച്ച് അങ്ങനെ 100 എണ്ണം സെപ്പറേറ്റ് ആയിട്ട് അറുത്തു. എന്നിട്ട് നബി തങ്ങൾ വഫാത്തിന് മുമ്പായിട്ട് വസിയത്ത് കൊടുക്കാണ്, ഞാൻ മരിച്ചാലും എനിക്ക് വേണ്ടി എന്ത് ചെയ്യണം? നിങ്ങൾ ഉദ്ഹിയ്യത്ത് ഇറക്കണമെന്ന് വസിയത്ത് ചെയ്തു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര വലിയ പുണ്യമുള്ള പ്രവൃത്തി ആയിരിക്കണം അത്. കാരണം വസിയത്തിന് വിധങ്ങൾ കഴിച്ചത് വേറൊന്നിനുമില്ല. എനിക്ക് വേണ്ടി നിസ്കരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല, എനിക്ക് വേണ്ടി നീ ഒരു ഹജ്ജ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല, എനിക്ക് വേണ്ടി ഉംറ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല, എനിക്ക് വേണ്ടി നിങ്ങൾ വർഷാവർഷം ഇത്ര വെച്ച് സക്കാത്ത് കൊടുക്കണം അല്ലെങ്കിൽ സദഖ കൊടുക്കണം, ഒന്നും പറഞ്ഞിട്ടില്ല. ആകെ പറഞ്ഞത് ഉദ്ഹിയ്യത്താണ്. അത് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ചെയ്തു പോന്നിരുന്നു എന്നാണ് ചരിത്രം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇത്രയും പറഞ്ഞാൽ മതി, ഇനി കൂടുതലൊന്നും അതിനെക്കുറിച്ച് വിശദീകരിക്കണ്ട. അത്രമേൽ വഫാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിലയ്ക്കാത്ത പ്രവാഹമായി കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് നബിതങ്ങൾ ചെയ്തിരുന്ന പുണ്യ പ്രവൃത്തിയായിരുന്നു ഉദ്ഹിയ്യത്ത് എങ്കിൽ സഹോദരിമാരെ ശ്രദ്ധിക്കണം. കഴിവുള്ള സഹോദരിമാരൊക്കെ മഹല്ലത്തിൽ അല്ലെങ്കിൽ കുടുംബത്തിലൊക്കെ അത്തരത്തിലുള്ളതാകുന്ന പ്രവണതകൾ നടക്കുമ്പോൾ അപ്പം അതിൻ്റെ സമയം കൂടിയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നിർബന്ധമായി നിങ്ങളത് ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. അതിനുവേണ്ടി നിങ്ങൾ ഷെയർ ചേരാൻ പറ്റുന്നവരൊക്കെ അതിൽ ഷെയർ ചേർന്ന് ആ വിഷയത്തിലൊക്കെ വളരെ ഗൗരവത്തോടുകൂടി കാണണം. വലിയ ഉന്നതമായ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. മൻ ലഹ ത്വയ്യിബതൻ ബിഹാ നഫ്സഹു മുഹ്തസിബൻ ലിഉദ്ഹിയ്യതിഹി കാനത് ലഹു ഹിജാബൻ മിനൻ നാർ. കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് മനസംതൃപ്തിയോടുകൂടി ആരെങ്കിലും ഉദ്ഹിയ്യത്തിനെ ഷെയർ ചേർന്ന് ആരെങ്കിലും ഒരു മൃഗത്തെ ബലിദാനം ചെയ്താൽ നരകത്തിന്റെ മോചനപത്രമായി രേഖപ്പെടുത്തുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ കൂലിയാണ്.
മൻ ഖറജ മിൻ ബൈതിഹി ലിശ്റാഇൽ ഉളഹിയ്യ ഗഫറല്ലാഹു ദുനൂബഹു. അലി റളിയല്ലാഹു അൻഹു പറയാൻ, ഉളഹിയ്യത്തിന്റെ ബലിമൃഗത്തെ വാങ്ങാൻ വേണ്ടി കമ്പോളത്തിലേക്ക് പോവാൻ. നമ്മുടെ കമ്പോളം എവിടെ? ചേളാരി അല്ലെങ്കിൽ വാണിയംകുളം, എങ്ങോട്ടെങ്കിലും പോവാൻ. ഇങ്ങനെ സാധനം വാങ്ങാൻ വേണ്ടി പോയാൽ തന്നെ അവന്റെ പാപം അല്ലാഹു പൊറുക്കും. അലി റളിയല്ലാഹുവിന്റെ വാക്കാണ്. ആരാ അലി റളിയല്ലാഹു? അന മദീനത്തുൽ ഇൽമി വ അലിയുൻ ബാബുഹാ. ഞാൻ വിജ്ഞാനത്തിന്റെ പൂന്തോട്ടമാണെങ്കിൽ അതിലേക്കുള്ള കവാടമാണ് അലി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അലിയാർ തങ്ങൾ പറയാണ്. ഇറങ്ങുമ്പോൾ തന്നെ പാപം പൊറുക്കും. മാത്രമല്ല വൈദാ തകല്ലമ ഫീ ശിറാഇഹ, ഇത് വാങ്ങാൻ വേണ്ടിയുള്ള സംസാരം നീ നടത്തിയാൽ കാന കലാമുഹു തസ്ബീഹ, ആ വർത്തമാനം തന്നെ വിലയും കാര്യങ്ങളും ഒക്കെ ചോദിച്ചിട്ട് അതിന്റെ ഗുണനിലവാരങ്ങളെ പറ്റി ചോദിക്കുന്ന സംസാരം തന്നെ തസ്ബീഹ ആയി ഗണിക്കും. അലി റളിയല്ലാഹുവിന്റെ വാക്കാണ്. തീർന്നില്ല. അലി റളിയല്ലാഹു വീണ്ടും പറയുന്നു, ആരെങ്കിലും ഈ മൃഗത്തെ അറവ് നടത്തിയാൽ വൈദാ അഹ്റക ദമഹ ഗഫറല്ലാഹു ഖലഖല്ലാഹു ബികുല്ലി ഖത്റത്തിൻ തഖ്തുറു മിൻ ദമിഹാ അശ്റതൻ മിനൽ മലായിക യസ്തഗ്ഫിറൂന ലഹു ഇലാ യൗമിൽ ഖിയാമ. ഇതിന്റെ കഴുത്തിൽ നിന്ന് നിലത്തേക്ക് വീഴുന്ന രക്തത്തുള്ളികൾക്ക് സമാനമായിട്ട് 10 മലക്കുകളെ ഓരോ രക്തത്തുള്ളിക്കും സമാനമായി അള്ളാഹു പടയ്ക്കും. എന്നിട്ടോ ആ മലക്കുകൾ അവന് വേണ്ടി ഖിയാമത്ത് നാൾ വരെ ഇസ്തിഗ്ഫാറിനെ ചോദിക്കും എന്നും അലി റളിയല്ലാഹു അൻഹു. ചെറിയ കാര്യമല്ല എന്ന് പറയാൻ, നമ്മൾ മരിച്ച് ഖബറിൽ പോയി കടന്നാലും ഖിയാമത്ത് നാൾ വരെ ഈ മലക്കുകൾ, ഏത് മലക്കുകൾ? ഖലഖല്ലാഹു ബികുല്ലി ഖത്റത്തിൻ തഖ്തുറു മിൻ ദമിഹാ അശ്റതൻ മിനൽ മലായിക. അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഓരോ രക്തത്തുള്ളികൾക്ക് സമാനമായി 10 മലക്കാണ്. എത്ര രക്തത്തുള്ളിയാ പുറത്തേക്ക് വരിക? കോടാനുകൂടി രക്തത്തുള്ളികളാണ്. അതിൻ്റെ ഒക്കെ ആ രക്തം ചീന്തുന്ന ഓരോ രക്തത്തുള്ളിക്ക് സമാനമായിട്ട് 10 മലക്കുകൾ വീതം പടച്ച് ആ മലക്കുകൾ മുഴുവനും നിനക്ക് വേണ്ടി പൊറുക്കലിനെ തേടും ഖിയാമത്ത് നാൾ വരെ എന്നും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശരിക്കും പറഞ്ഞാൽ വലിയ പുണ്യമുള്ള പ്രവൃത്തിയാണ്.